Welcome to another vlog, guys. കളിയക്കാവിലെ മാർക്കറ്റാണ്. മാർക്കറ്റ് റോഡിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. നല്ല റഷാണ്. നമ്മുടെ പറവൂർ മാർക്കറ്റ് പോലെ ഇങ്ങനെ ഇരിക്കണം. നെറേറ്ററിൻ്റെ സൗണ്ടിലെ വ്യത്യാസം കേട്ടിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എൻ്റെ അമ്മച്ചി എടുത്ത വ്ളോഗാണ് കേട്ടോ. ഒരു ചെറിയ കന്യാകുമാരി റോഡ് ട്രിപ്പാണ്. നമുക്ക് കണ്ടു നോക്കിയാലോ. നമ്മളിവിടെ കന്യാകുമാരി എത്താറായി. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നോക്കിയേക്കാണ്. റെസ്റ്റോറൻറ്റ് ബേക്കറി സൂപ്പർ മാർക്കറ്റിനൊക്കെ എഴുതിയിട്ടുണ്ട്. നോക്കാം എങ്ങനെയാണെന്ന്. അല്ല അകന്നാണെന്ന് ഇവിടെ ഞങ്ങളിവിടെ ലഞ്ച് കഴിക്കാൻ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തിയേക്കാണ്. എല്ലാവർക്കും മീൽസാണ് പറഞ്ഞത്, വെജിറ്റബിൾ മീൽസ്. വർക്കിംഗ് ആയിട്ടുള്ള എല്ലാ അങ്കിൾമാർക്കും ആൻറ്റിമാർക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും 2 ദിവസം എന്തോ ഗവൺമെൻറ് ലീവൊക്കെ ആയിട്ട് കിട്ടി. അപ്പോൾ ഇവർ എല്ലാവരും ഒരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ഇട്ടു. അപ്പോൾ ഞാനും നന്ദയും പറഞ്ഞു ഞങ്ങൾ അച്ചാമ്മേനെ നോക്കി ഞങ്ങൾ വീട്ടിലിരുന്നോളാം. കാരണം അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ഫുൾ ഐറ്റിനറി പ്രകാരം ഒരു ദിവസത്തെ 10 സ്ഥലങ്ങൾ കണ്ട് ചിലപ്പോൾ നടക്കാൻ പറ്റുന്ന വരില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വീട്ടിലിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് ഇവർ 6 പേരും കൂടി ആദ്യമായിട്ടൊരു ബാച്ചിലർ ട്രിപ്പ് എന്ന് പറയാൻ പറ്റുമോ, എന്തായാലും അങ്ങനെ ഒരു ട്രിപ്പ് പോയി. നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ കാണാനായിട്ട്. ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ട്. അത് നിറയെ സെർവ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ കൂടെ എന്താണ് പൊങ്കൽ കേസരിയാണോ പൊങ്കലാണോ എന്നറിയില്ല. പിന്നെ യോഗട്ട് ഉണ്ട്, രസം, സാമ്പാർ, ഒരുപാട് വെജിറ്റബിൾ കറികൾ ഒക്കെ ഉണ്ട്. ഇലയിൽ നല്ല ഇലയിലാണ് നന്നായിട്ടുള്ളത്. കേസരി ആൻറ്റിക്ക് ഇഷ്ടമായി, കേസരി ഇഷ്ടമായി. അങ്ങനെ ചോറ്, ആ വൈറ്റ് നീണ്ട റൈസാണ്. ശരിക്കും ഇങ്ങോട്ട് വന്നൊരു തമിഴ്നാടിൻ്റെ ഒരു ഇതായി ഈ സൈഡിലോട്ട്. തമിഴ് ആൾക്കാരും തമിഴ് ഫുഡും എല്ലാനും തമിഴ് തന്നെയാണ്. അടിപൊളി രസം. പപ്പടവും പപ്പടവും ചേർന്നാണ് കിട്ടിയേക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയും തന്നെ ഷൂട്ട് ചെയ്തേക്കുന്ന കംപ്ലീറ്റ് ഫുട്ടേജും വീഡിയോ ആണ് കേട്ടോ ഇത്. ന്യൂ ജനറേഷൻ വ്ളോഗേഴ്സിന് കണ്ടില്ലേ. ഗാന്ധി മണ്ഡപമാണ്. കന്യാകുമാരിയിലുള്ള ഗാന്ധി മണ്ഡപമാണിത്. ഇവിടെ ഒരു ബുക്സിൻ്റെ ലൈബ്രറി ഉണ്ട്. മഹാത്മാഗാന്ധിയുടെ ചിത്രമുണ്ട്. വാക്സ് മ്യൂസിയമൊക്കെ കണ്ടിറങ്ങി തിരിച്ച് വീണ്ടും കന്യാകുമാരിയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇനി സൺസെറ്റ് കാണാനാണ്. അപ്പോൾ അതിന് മുമ്പ് ഒരു ചായ കുടിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുളക് ബജി, പിന്നെ കോളിഫ്ലവർ എന്താണ് പഴംപൊരി ഒക്കെ മേടിച്ച് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വൈസൻ ടീമിൻ്റെ യാത്ര വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ശുചീന്ദ്രൻ ടെമ്പിളാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരനാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒപ്പം ഹനുമാൻ സ്വാമി, പിന്നെ എല്ലാ ഉപദൈവങ്ങളും എല്ലാവരും ഉണ്ട്. 3 days 2 nights വിത്ത് ട്രാവലിംഗ് ആയിരുന്നു കേട്ടോ ഇവരുടെ ഫുൾ ട്രിപ്പ്. അപ്പം ഞാൻ ഒരു ചെറിയ ഐറ്റിനറി ഒക്കെ ഉണ്ടാക്കിയിട്ട്
ഫസ്റ്റ് ഡേ ഈ സുചീന്ദ്രം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിരുന്നത്. സെക്കൻഡ് ഡേ ട്രിവാൻഡ്രത്തും ആയിരുന്നു. എന്നിട്ട് ഇതിൽ കുറച്ച് വീഡിയോസൊക്കെ അമ്മച്ചിക്കൊരു ഐഡിയ ഉണ്ട് ആക്ച്വലി ലാൻഡ്സ്കേപ്പിലാണ് എടുക്കേണ്ടതെന്ന്, പക്ഷെ എന്നാലും ഇടയ്ക്ക് മറന്നു പോകുന്ന കാരണം ഇടയ്ക്ക് പോർട്രേറ്റിൽ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇവരുടെ ഫുൾ സ്റ്റേ ആൻഡ് എവറിത്തിങ്. ഭയങ്കര നൈസ് പ്ലേസ് ആയിരുന്നു എന്ന് പറഞ്ഞു. 2 ദിവസം സ്റ്റേ ചെയ്തതും വിവേകാനന്ദപ്പാറ കാണാനായിട്ട് പോവാൻ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഇനി അപ്പുറം ബോട്ടിൽ ചെന്നിട്ട് വേണം കാണാൻ. ഗ്ലാസ് ഗ്ലാസ്സല്ല, ഗ്ലാസ്സാണെന്ന്. ആകാശം എല്ലാം കൂടെ ഒന്നിച്ച് കാണുന്നു. കല്ലുകള്. ഇത് കന്യാകുമാരി വിവേകാനന്ദ പറയുന്ന ഗ്ലാസ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. ഓക്കെ, ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ തിരമാലകൾ വന്നടിക്കുന്നത് മനോഹരമായിട്ട് കാണാൻ പറ്റും. വേറാണ് ഞാനിൻ്റെ പ്രതിമയാണ്. അങ്ങോട്ട് മുകളിലോട്ട് കയറി പോകാനായിട്ട് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ട് പോകണം. ഇത്രയും ഗ്യാപ്പേ ഉള്ളൂ ഇങ്ങോട്ട് വരാനായിട്ട്. ഇങ്ങോട്ട് ശാന്തമായ കടലാണ്. തിരുവള്ളൂർ സ്റ്റാച്ചു. നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ. പിന്നെ കടലുകളിൽ അടിച്ച് കയറുന്നതിൻ്റെ ഒക്കെ ഉണ്ട്. തിരുവള്ളൂരിൻ്റെ കാൽപ്പാതാണ് കാണുന്നത്. ഒരു കാൽപ്പാദം. പിന്നെ മേളിലോട്ട് പറയാനില്ലല്ലോ, എത്ര വലുതാക്കി. ഇരിക്കുകയാണിപ്പോൾ. കന്യാകുമാരിയില്ല ചെറുപുഴ കയറി അടിപൊളിയാണ്. നേരം വെളുത്ത് വരണുള്ളൂ. പുറകെ കൂടെ ഒരാളിരുന്ന് പറയുന്നത് തീയിട്ടൊക്കെ ഇടുന്നു. രാവിലെ കന്യാകുമാരിയിൽ നിന്ന് ഉദയം ഒക്കെ കണ്ടു. ഒരേ സ്പോട്ടിൽ തന്നെ അസ്തമയവും ഉദയവും കൂടെ കാണാൻ പറ്റുന്നത് ഭാഗ്യം. ഇന്നലെ വൈകുന്നേരം അസ്തമയവും കണ്ട് ഇന്ന് ഉദയം കണ്ടിട്ട് ഞങ്ങൾ പത്മനാഭപുരം പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻറ്റിമാർ 2 പേരും പുറകിലുണ്ട്, അങ്കിൾമാരൊക്കെ ഉണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് കന്യാകുമാരിയിൽ നിന്ന് വന്ന വഴിക്ക് നല്ലൊരു താമരക്കുളം ഭയങ്കര നീണ്ടെന്ന് പറഞ്ഞ് കിടക്കാണ്. അത് കണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി ഇറങ്ങിയതാണ്. മുഴുവൻ താമരകൾ വിരിഞ്ഞിക്കാണ്. വെള്ള പിന്നെ പിങ്ക് കളറൊക്കെ താമരകൾ വിരിഞ്ഞിക്കാണ്. അപ്പോൾ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്തൊരു ഭംഗിയാണെന്ന്, അത്ര അധികം താമരപ്പൂക്കളാണ് വിരിഞ്ഞിരിക്കുന്നത്. na 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 na
എല്ലാ ഫ്ലവേഴ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസിലാണ് ഉള്ളത്. പ്രപഞ്ചമാണ് ഡച്ചുകാരുണ്ടാക്കി ഗിഫ്റ്റ് കൊടുത്ത കട്ടിലാണ്. അങ്ങനെ കൊട്ടാരം ഇറങ്ങുകയാണ്. ഇതാണ് മൺചിത്രത്താഴ നൃത്തം ചെയ്ത സ്ഥലമില്ലേ ശോഭന, നന്നായിട്ടുണ്ട്. എന്തായാലും എന്താ ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അതിൻ്റെ മേളിൽ നിൽക്കുന്നുണ്ട്, മേളിൽ തമ്മിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. വലിയൊരു 1 കിലോമീറ്റർ ഉള്ളൊരു ബ്രിഡ്ജാണ്. എന്താ ഒരുപാട് സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോയിട്ട് വേണം അതിൻ്റെ മേളിലേക്ക് പോകാൻ. ഇവിടെ ഒരുപാട് പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, നിറയെ വെള്ളവും ഒക്കെ. അത്രയും മുകളിലേക്ക് കയറി പോകാൻ അടിയോന്നിയുണ്ട്. അമ്മ ഇവിടെ ഇരുന്ന് അവരെല്ലാവരും മേളിൽ കൂടെ നടന്ന് അങ്ങോട്ട് പോവുകയാണ്. മേളിൽ 1 കിലോമീറ്റർ അത്രയും ഹൈറ്റാണ്. അത്ര ഹൈറ്റിൽ ആ പാലത്തിൻ്റെ മേളിൽ കൂടെ വേണം പോവാൻ. ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ട് ഇവിടെ നല്ലൊരു വരാന്തയിൽ നിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ അടിപൊളി ചുമരും ലാമ്പൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ വെളുപ്പിനെ 3 മണിയാവുന്നു. ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. ചുമര്, നല്ല ബെഡ്റൂം. ഇതവിടെ ആണ് നല്ല 2-3 റൂമുകളാണുള്ളത്. താഴത്തെ 2 ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമാണുള്ളത്. ഈ ജാൻഡിയൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ് അമ്പലത്തിൽ പോകാൻ. 3 മണി ആയിട്ടില്ല. അപ്പം നമ്മൾ ഇത് ജാൻഡി റെഡിയായി കഴിഞ്ഞാൽ അങ്ങനെ അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നിർമാല്യം തൊഴാൻ വേണ്ടി എല്ലാവരും കുളിച്ച് റെഡിയായി ഡ്രൈവ് ചെയ്യണ്. പുറകിൽ ആന്റിമാരുണ്ട്, അങ്കിൾമാരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നിർമാല്യം തൊഴാൻ വേണ്ടി പോവുകയാണ്. Turn left onto West Nada, then you will arrive at your destination. നിർമാല്യം തൊഴാനുള്ള ആൾക്കാർ വരുന്നുണ്ട്. നമ്മള് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് വന്നതാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് ആറ്റുകാലമ്മേനെ കാണാൻ പോയി. അത് ആറ്റുകാലിൽ നിന്ന് വന്നിട്ട് നമ്മൾ പഴവങ്ങാടി ഗവൺമെൻറ്റിനടുത്തും പോയി തിരിച്ച് വന്ന് കയറിയേക്കാണ് എല്ലാവരും. ഇനി നമുക്ക് ഇറങ്ങാമെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മൾ താമസിച്ച വീട്. താരക്കുട്ടൻ ബുക്ക് ചെയ്തത് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിട്ടാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നത് പൊങ്കലാണ്. ഇത് പല കളർ ചട്നിയൊക്കെ ഉണ്ട്. ഗ്രീൻ, വൈറ്റ്, ഓറഞ്ച്, പിന്നെ വടയും സാമ്പാറും. അമ്മയുടെ നെയ് റോസ്റ്റ് സെയിം. പിന്നെ ഗംഗാജി മംഗാജി ആൻറ്റി അവിടെ നിന്ന് കഴിക്കാനുണ്ട്. സദ്യങ്ങളും ലിപ്യാൻറ്റിയുണ്ട്. പിന്നെ ദിവസം തുടങ്ങുകയാണ്. നമ്മൾ ട്രിവാൻഡ്രം സൂവിൽ വന്നിരിക്കുകയാണ്. ഈ ചെടികളൊക്കെ വെച്ചിട്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ. പല വർണ്ണങ്ങളിൽ അങ്ങനെ നല്ല നിറത്തിലുള്ള കൊഴുവാലം പൂക്കളാണ്.
മുല്ലപ്പൂ, ഒരുപാട് സ്ഥലമുണ്ട് നടക്കാൻ. നല്ല നിറത്തിലുള്ള ചെടികളൊക്കെ വെച്ചിരിക്കണം. ഇതിനകത്ത് ഓറഞ്ച്, മെറൂൺ, മെജന്ത, റെഡ്, പല കളറിൽ മുല്ലപ്പൂക്കള്, പലതരം കളർ ചെടികള് ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. புன்னகை மூஞ்சையில் மூஞ்சி 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 மூஞ்சியில் என்ன தூரலோ இன்ப தூரலோ சின்ன தூரலோ വീഡിയോയിൽ കറക്റ്റ്. 140 കിലോ ഉണ്ട്. അടുത്താൾ കേറ്. 188 കിലോ ഉണ്ട് സിന്ധു. ഓക്കെ.